നമസ്കാരം. വേദ ജ്യോതിഷ പ്രകാരം നോക്കുമ്പോൾ ചന്ദ്രൻ സൂര്യന്റെ ചിഹ്നമായ ചിങ്ങം നക്ഷത്രത്തിലേക്ക് ഇന്നു മുതൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചന്ദ്രന്റെ ഈ മാറ്റം രവിയോഗം, ശശ മഹാരാജയോഗം എന്നിവ സൃഷ്ടിക്കപ്പെടുന്നതാകുന്നു. ഈ അമൂല്യമായ നേട്ടങ്ങളാൽ ഓരോ രാശിക്കാർക്കും പല വിധത്തിലുള്ള നേട്ടങ്ങൾ വന്നു ചേരാം. സമ്പത്തിൽ വർധനവ് ഈ പരാമർശിക്കുന്ന രാശിക്കാർക്ക് വന്നു ചേരും. വീട്ടിൽ സന്തോഷവും സമാധാനവും വന്ന് ചേരാവുന്നതാണ്. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. ഏതെല്ലാം രാശിക്കാർക്കാണ് ഇത്തരത്തിൽ സൗഭാഗ്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുക എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ആദ്യത്തെ രാശി ഇടവം രാശിയാകുന്നു. ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ കാർത്തിക, രോഹിണി, മകീരം നക്ഷത്രക്കാരാകുന്നു. ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നിരവധിയാർന്ന ഗുണകരമായ മാറ്റങ്ങൾ ശശ മഹാരാജയോഗവുമായി ബന്ധപ്പെട്ട് ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. പല കാര്യങ്ങളിലും ഭാഗ്യം തെളിയുന്നതായ സാഹചര്യമാണ് ഉണ്ടാവുക. ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമായി തീരും. സാമ്പത്തിക ഉന്നമനത്തിനായി പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സാഹചര്യമാണ് ഉണ്ടാവുക. കൂടാതെ സാമ്പത്തികമായ നേട്ടങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കുവാൻ സാധിക്കും. ജീവിതത്തിൽ നേട്ടങ്ങൾ പലതും ഈ രാശിക്കാർക്ക് സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. പ്രധാനമായും ശമ്പളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാം. ജോലിയുമായി ബന്ധപ്പെട്ട ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ ആ ജോലിക്കുള്ള ശ്രമങ്ങൾ അനുകൂലമായി തീർക്കുവാനുള്ള സാധ്യതകളുണ്ട്. കാരണം ജോലി ലഭിക്കുക, ജോലി മാറുക, വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരുക, തുടക്കത്തിലുള്ള തടസ്സങ്ങൾ ഒഴിവാക്കി നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. സാമ്പത്തിക പ്രതിസന്ധികൾ, പരാധീനതകൾ ഇല്ലാതാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. വിദേശത്തേക്ക് ജോലി നോക്കുന്നവരാണ് എങ്കിൽ അതിനുള്ള അവസരങ്ങൾ പലതും ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. വിദേശത്ത് തന്നെ താമസമാക്കുവാനുള്ള യോഗവും കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ ലോട്ടറിയുമായി ബന്ധപ്പെട്ട്, ഭാഗ്യക്കുറിയുമായി ബന്ധപ്പെട്ട് സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. ലോട്ടറി ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. കൂടാതെ ഈ സമയം ബിസിനസ്സുമായി ബന്ധപ്പെട്ടും ലാഭം നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ കൂടുതലാകുന്നു. ഈ സമയം പ്രതീക്ഷിക്കാവുന്നതായ പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരാം. പുതിയ മേഖലകളിലേക്ക് ബിസിനസ് ആരംഭിക്കുവാനും അല്ലെങ്കിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട പുതിയ ആശയങ്ങൾ നിങ്ങൾക്ക് നേട്ടങ്ങൾക്ക് കാരണമായി തീരാം. ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ, ചില വസ്തുക്കൾ വാങ്ങുവാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. സാമ്പത്തികപരമായ ചുറ്റുപാടുകൾ നിങ്ങൾക്ക് മെച്ചപ്പെട്ടതായി തീരുവാനുള്ള സാധ്യതകളും കൂടുതലാകുന്നു. കടബാധ്യതകളുണ്ട് എങ്കിൽ പോലും അത് വീട്ടുവാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. കടബാധ്യതകൾ ഒരു പരിധിവരെ പരിഹരിക്കുവാൻ സാധിക്കുന്നതാണ്. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പുതിയ വീട്, വാഹനം, ജോലി തുടങ്ങിയ കാര്യങ്ങൾ സ്വന്തമാക്കുവാനുള്ള യോഗവും ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. ഇത്തരത്തിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുന്ന സാഹചര്യമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക. ഈ സമയം ധനപരമായ നേട്ടങ്ങൾ, ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം പോലും കൈകളിലേക്ക് വന്നു ചേരാം. ഈ സമയം അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് മിഥുനം രാശിയാകുന്നു. മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ മകീരം, തിരുവാതിര, പുണർദം എന്നീ നക്ഷത്രക്കാരാകുന്നു. ഈ നക്ഷത്രക്കാർക്കും അഥവാ മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് അല്പം സാമ്പത്തികപരമായ പ്രതിസന്ധികളുണ്ട് എങ്കിൽ അത് അകലുന്നതായ സമയമാകുന്നു. അല്പം സാമ്പത്തികപരമായ നേട്ടങ്ങൾ വന്നു ചേരാം. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൈവരിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. ജീവിത നിലവാരം നിങ്ങൾക്ക് മെച്ചപ്പെടുത്തുവാൻ സാധിക്കുന്നതായ അവസരങ്ങളാണ് വന്നു ചേരുക. കൂടാതെ ഈ സമയം പുതിയ ജോലിയിൽ പ്രവേശിക്കാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാം. പുതിയ ജോലി നിങ്ങൾക്ക് അനുകൂലമായി തീരാം. കൂടാതെ വളരെ കാലമായി ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ സ്വന്തമാക്കുവാനുള്ള സാധ്യതകളുണ്ട്. ജോലിയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഉയർന്ന ശമ്പളത്തിൽ തന്നെ നിങ്ങൾക്ക് ജോലി ലഭിക്കുകയോ
ആഗ്രഹിച്ച മേഖലയിൽ തന്നെ പ്രവർത്തിക്കാനുള്ള അവസരങ്ങളോ വന്നു ചേരാം. കൂടാതെ ഈ രാശിക്കാർക്ക് പ്രധാനമായും വിദേശവുമായി ബന്ധപ്പെട്ടും കാര്യങ്ങൾ അനുകൂലമായി തീരാം. സാമ്പത്തിക പ്രതിസന്ധികൾ അകലുന്നതാണ്. അപ്രതീക്ഷിതമായ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരാം. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരാം. പ്രധാനമായും ലോട്ടറി അല്ലെങ്കിൽ ലഭിക്കാനുള്ളതായ ധനം തിരികെ ലഭിക്കുക, കൈവായ്പകൾ തിരികെ ലഭിക്കുക, ലോൺ, ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുക. കൂടാതെ സഹായധനം ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും പണം ലഭിക്കാം. ഭാഗ്യക്കുറിയുമായി ബന്ധപ്പെട്ടും അപ്രതീക്ഷിതമായ തുകകൾ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കൂടാതെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. ബിസിനസ് പങ്കാളിയുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. മക്കളുമായി ബന്ധപ്പെട്ട് അഥവാ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ശുഭകരമായ വാർത്തകൾ, സന്താനങ്ങൾക്ക് അനുകൂലമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുക, സന്താനങ്ങൾക്ക് തൊഴിൽ, വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമാവുക, അത്തരം കാര്യങ്ങളും സംഭവിക്കാനുള്ള സാധ്യതകൾ ഈ സമയം കൂടുതലാകുന്നു. ചെയ്യുന്നതായ പല കാര്യങ്ങളിലും ലാഭം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കൂടാതെ ഈ സമയം സാമ്പത്തികപരമായ ചുറ്റുപാടുകൾ മെച്ചപ്പെടുന്നതിനോടൊപ്പം കടബാധ്യതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒരു പരിധിവരെയെങ്കിലും പരിഹരിക്കുവാൻ അല്ലെങ്കിൽ കടബാധ്യതകൾ ഒരു പരിധിവരെയെങ്കിലും തീർക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്. മറ്റൊരു രാശി ചിങ്ങം രാശിയാകുന്നു. ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ മകം, പൂരം, ഉത്രം എന്നീ നക്ഷത്രക്കാരാകുന്നു. ഈ നക്ഷത്രക്കാർക്ക് സാമ്പത്തികപരമായ ഉന്നമനം പ്രതീക്ഷിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യമാണ് വന്നു ചേരുക. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് അമൂല്യമായ പല വസ്തുക്കളും സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. വാഹനങ്ങൾ സ്വന്തമാക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ ഈ സമയം ജീവിതത്തിൽ നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധ്യത കൂടുതലുള്ള ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാം. ജീവിതത്തിൽ ഉയരങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. ഉയരങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. സാമ്പത്തികപരമായ പരാധീനതകൾ നിങ്ങൾക്കുണ്ടാകാം. അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള ധനം കൈകളിലേക്ക് വന്നു ചേരാത്തതായ സാഹചര്യങ്ങൾ ഉണ്ടാകാം. എന്നാൽ അതിൽ ചില മാറ്റങ്ങളെങ്കിലും വന്നു ചേരാം. സമ്പത്ത് ഒരല്പം വർദ്ധിക്കാം. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ധനം കൈകളിലേക്ക് വന്നു ചേരാം. ഭാഗ്യക്കുറിയുമായി ബന്ധപ്പെട്ട് ധനം കൈകളിലേക്ക് വന്നു ചേരാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ധനം കൈകളിലേക്ക് വന്നു ചേരാം. ലോൺ, ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമാകാം. ധനസഹായം അഥവാ സഹായധനം പ്രതീക്ഷിക്കാവുന്നതാണ്. നൽകിയിരിക്കുന്നതായ കൈവായ്പകൾ ഒരു പരിധിവരെയെങ്കിലും തിരികെ ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. അത്തരത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും സാമ്പത്തികപരമായ ഉന്നതി നിങ്ങൾക്ക് വന്നു ചേരുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു. സമ്പത്ത് വർദ്ധിക്കുന്നതായ സമയം തന്നെയാണ് എന്ന് പരാമർശിക്കാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. സന്താനങ്ങളിൽ നിന്നും അനുകൂലമായ അല്ലെങ്കിൽ സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പുതിയ ബിസിനസ് ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കും. ഈ രാശിക്കാർക്ക് അനുകൂലമായ ഫലങ്ങൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. ലാഭം വർദ്ധിക്കുന്നതായ സമയമാണ് വന്നു ചേരുക. വിദേശത്ത് ബിസിനസ് ആരംഭിക്കുവാൻ അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകുവാനുള്ള അവസരങ്ങൾ അനുകൂലമാവുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ട് എങ്കിൽ അത്തരം പ്രതിസന്ധികൾ നിങ്ങൾക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. പേരും പ്രശസ്തിയും വർദ്ധിപ്പിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങളാണ് വന്നു ചേരുക. ബിസിനസ്സിലൂടെ പല നേട്ടങ്ങളും സ്വന്തമാക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. എന്നാൽ ഈ സമയം മനസ്സിനെ അലോസരപ്പെടുത്തുന്നതായ പല ചിന്തകളും ഒഴിവാക്കി ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം നിങ്ങൾക്ക് അവസരങ്ങളാണ് വന്നു ചേരുക. ആ അവസരങ്ങൾ ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിച്ച് മുന്നോട്ട് പോവുക.